വേദിയും സദസ്സും അലങ്കരിച്ചിരിക്കുന്ന ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ശബ്ദമല്ല ഇന്നത്തെ വിഷയം. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിനെ എല്ലാ മേഖലകളിൽ നിന്നും, എല്ലാ കോണുകളിൽ നിന്നും, എല്ലാ സാമ്പത്തിക സാമൂഹിക തട്ടുകളിലും ഒരുപോലെ ബാധിച്ചിരിക്കുന്ന, ഒരുപോലെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്തിനെ നേരിടാനുള്ള ഒരു സംരംഭത്തിന്റെ തുടക്കമാണ് ഇന്നത്തെ ദിവസം നമ്മൾ കുറിക്കേണ്ടത്. ഈയൊരു അപകടത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ എന്നേക്കാൾ പരിജ്ഞാനവും അറിവുമുള്ളവർ ഈ വേദിയിലും സദസ്സിലും തന്നെയുണ്ട്. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്, എന്റെ മേഖല സിനിമ ആയതുകൊണ്ട് പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ഇത് സിനിമ പോലെയുള്ള ചില മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്നും ദൂരെ എവിടെയോ നിലകൊള്ളുന്ന ഒരു അപകടമായിട്ട് ഇതിനെ കാണാൻ ശീലിച്ച സമൂഹത്തിന്റെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിലും ഇതൊരു വലിയ വിപത്തായി ഇന്ന് നിലകൊള്ളുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അപകടകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീടുകളിൽ നിന്നും ഏറ്റവും അടുത്തുള്ള സിനിമാ സെറ്റിലേക്കുള്ള ദൂരത്തിനേക്കാൾ ഒരുപാട് കുറവാണ് നിങ്ങളുടെ കുട്ടികളിൽ നിന്നും ഈ അപകടത്തിലേക്ക്. അതിനെ എങ്ങനെ നേരിടാം, അതിനെ എങ്ങനെ അഭിമുഖീകരിക്കാം, ആ വലിയ അപകടത്തിനെതിരെ എങ്ങനെ പൊരുതാം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജീവിതം കൊണ്ടും സ്വന്തം ജീവിത ശൈലികൾ കൊണ്ടും സ്വന്തമായി ജീവിച്ച് സന്തോഷം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മുതിർന്ന തലമുറയും, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരഞ്ഞെടുക്കാൻ മാത്രം വിവേചന ബുദ്ധിയുള്ള ഒരു ഇളതലമുറയും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വലിയ യുദ്ധത്തിൽ ഒരു വിജയം പ്രത്യാശിക്കാൻ കഴിയും. ഹൈബി എപ്പോ എന്നെ ഒരു ആവശ്യത്തിന് വിളിച്ചാലും എനിക്ക് നോ പറയാൻ കഴിയാറില്ല. കാരണം അദ്ദേഹം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് എന്നെ വിളിക്കാറുള്ളത്. നേരത്തെ ഹൈബി സൂചിപ്പിച്ചതുപോലെ കപ്പ് ഓഫ് ലൈഫ് എന്ന മെൻസ്ട്രുവൽ ഹൈജീൻ ക്യാമ്പയിന് വേണ്ടി എന്നെ സമീപിച്ചപ്പോൾ, ഞാനൊരു പെൺകുഞ്ഞിന്റെ അച്ഛനാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാമ്പയിനാണ് എന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള വിവേചന ബുദ്ധി എനിക്കുണ്ട്. അത് പിന്നീട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വരെ അംഗീകാരം ലഭിച്ച, പലരും രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല കോണുകളിൽ ചർച്ച ചെയ്ത, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെൻസ്ട്രുവൽ ഹൈജീൻ ക്യാമ്പയിനായി മാറി എന്നതിൽ ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ് ടു യു ഹൈബി. അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാമ്പയിനാണ് നോ എൻട്രി എന്ന ഈ ക്യാമ്പയിൻ. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മൊമെന്ററി ആയിട്ടുള്ളൊരു ചലഞ്ച് അല്ല. ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഒരു ഫോമൽ ഇനോഗ്രേഷൻ നടത്തിയത് കൊണ്ടോ, ഒരു ലോഞ്ചിന് നമ്മൾ സാക്ഷ്യം വഹിച്ചത് കൊണ്ടോ, ഒരു തുടക്കം കുറിച്ചത് കൊണ്ടോ നമ്മൾ ആരും എവിടെയും എത്താൻ പോകുന്നില്ല. ദിസ് ഇസ് എ ബാറ്റിൽ വിച്ച് വിൽ ഹാവ് ടു ബി ഫോട്ട് over many years, maybe even over generations. ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, സിനിമാക്കാരനായതുകൊണ്ട് സിനിമാ മേഖലയും ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഇൻ ജനറൽ ഒരു പ്രത്യേകതരം പ്രതീതി ഉളവാക്കാൻ ഞങ്ങളാൽ അബദ്ധവശാൽ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ ലഹരി പദാർത്ഥങ്ങൾ, നർക്കോട്ടിക്സിനെ റൊമാന്റിസൈസ് ചെയ്യുക. എന്തോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു ഫ്യൂവലാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടാൽ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമാണ് ക്രിയേറ്റീവായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നൊരു തെറ്റായ ധാരണ എവിടേക്കോ പടർന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ട്രസ്റ്റ് മീ, കള്ളമാണ്. ഒരു ലഹരി പദാർത്ഥത്തിന്റെയും ഇൻഫ്ലുവൻസിൽ ഒരു മഹത് കൃതിയും ഇവിടെ രചിക്കപ്പെട്ടിട്ടില്ല, ഒരു നല്ല സിനിമയും ഇവിടെ എടുക്കുകയും ചെയ്തിട്ടില്ല. എനിക്ക് തന്നെ അറിയാവുന്ന വലിയ വലിയ എഴുത്തുകാർ, സംവിധായകർ, മദ്യപാനം എന്ന ശീലമുള്ളവർ പോലും എഴുതുമ്പോഴുമൊക്കെ അത് നിർത്തിവെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. സോ ഇറ്റ്സ് ഫോർ യു. എനിക്ക് മുമ്പിലിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയാണ്. ഡോണ്ട് തിങ്ക് ദിസ് ഇസ് കൂൾ. ദിസ് ഇസ് നത്തിങ് ടു ബി പ്രൗഡ് ഓഫ്. എനിക്കറിയാം, സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ഒരുപാട് പിയർ പ്രഷേഴ്സ് ഉണ്ടാകും.
നിങ്ങൾക്ക് തെറ്റ് എന്ന് തോന്നുന്നതൊന്ന് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഒരു പിയർ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാകാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ ടെൽ യുവർ സെൽഫ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ദാറ്റ് ഡസ് നോട്ട് ഡിസേർവ് യു. ജീവിതത്തിൽ അതിനേക്കാൾ വലിയ സന്തോഷങ്ങളുണ്ട്. ജീവിതത്തിൽ അതിനേക്കാൾ നമുക്ക് വലിയ രീതിയിലുള്ള ഹൈസ് തരുന്ന അംബിഷൻസ് ഉണ്ട്. ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. യു ഗൈസ് ആർ ഇൻസ്ട്രുമെന്റൽ in making sure that we have a healthy society that stays away from narcotics. So, ഇന്നത്തെ ഈ ക്യാമ്പയിന്റെ തുടക്കത്തിൽ ഒരു അതിഥിയായി എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഈ ക്യാമ്പയിൻ ഇനിയും വരും കാലങ്ങളിൽ വളർന്ന് പന്തലിച്ച് ഒരുപാട് കുട്ടികൾക്കും ഒരുപാട് രക്ഷകർത്താക്കൾക്കും വലിയ രീതിയിൽ ഗുണമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഐ പ്രോമിസ് യു, എന്നെ കൊണ്ട് ഈ ക്യാമ്പയിന് വേണ്ടിയും ഈ കോസിന് വേണ്ടിയും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ഞാൻ ചെയ്യും. ഇറ്റ്സ് എ വേർഡ്. ആൻഡ് വൺസ് അഗെയിൻ, ജീവിതത്തിൽ വലിയ വലിയ സന്തോഷങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വർക്ക് ഹാർഡ്, പ്ലേ ഹാർഡ്, റിയലി ഗോ ഫോർ യുവർ ആസ്പിറേഷൻസ്. അതിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ദർ ഇസ് നത്തിങ് ദാറ്റ് ബീറ്റ്സ് ഇറ്റ്. എന്നെ അറിയാവുന്നവരോടും ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, narcotics is a dirty business.